ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഉത്ഥിതനായ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷപൂർവ്വം ഞാൻ നേരുന്നു. ഉദ്ധാനം ചെയ്ത നമ്മുടെ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ പെരുന്നാൾ ദിവസം ശാലോമിലൂടെ നിങ്ങളേവരെയും കാണുന്നതിനും കേൾക്കുന്നതിനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനും നിങ്ങളോട് ഈ വചനം പങ്കുവയ്ക്കുന്നതിനും പരിശുദ്ധ റൂഹ ഇടവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് ഉത്ഥാന പെരുന്നാൾ, ഉയർപ്പ് തിരുനാൾ. ഉയർപ്പ് തിരുനാൾ ഒരു സംഭവത്തിൻ്റെ സജീവമായ സ്മരണ നമ്മിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ അവിടുന്ന് നമുക്ക് വേണ്ടി നിവൃത്തിയാക്കിയ രക്ഷാകരമായ എല്ലാ പ്രവൃത്തികളിലും നിറഞ്ഞു നിന്ന ദൈവസ്നേഹം, അതിൻ്റെ പാരമ്യത്തിൽ നമുക്ക് എന്നേക്കുമുള്ള ജീവൻ്റെ വിചാരമായി സ്വർഗം സമ്മാനിക്കുന്ന ഒരു തിരുനാൾ. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ദൈവപുത്രൻ യേശു തമ്പുരാൻ അവിടുത്തെ വലിയ വാത്സല്യത്തിൻ്റെ മുൻപിൽ നമുക്ക് ശിരസ്സ് നമിക്കാം, കരങ്ങൾ കൂപ്പാം, അവിടുത്തെ പക്കൽ നിന്ന് അനുഗ്രഹങ്ങൾ വീണ്ടും ഏറ്റുവാങ്ങാം. ഇതൊരു തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. കർത്താവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ ജീവിതമായത് ഓർമ്മയായി എന്നും ആഘോഷിക്കുന്നതിനാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്നെ അങ്ങനെയാണല്ലോ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുക. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിക്കുവിൻ, ചെയ്യുവിൻ. ഉത്ഥാനത്തെക്കുറിച്ച് അങ്ങനെ ഒരു പ്രബോധനമുണ്ടോ? ദൈവപിതാവ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചു തന്ന അവിടുത്തെ പുത്രൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് നമുക്ക് ഏതെങ്കിലും പ്രത്യേക ഓർമ്മപ്പെടുത്തലുണ്ടോ? മനോഹരമായ ഒരു സംഭവം വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ നമുക്ക് നൽകുന്നത് അപ്പസ്തോല പ്രവൃത്തിയിൽ 26-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ നടത്തുന്ന ഒരു സാക്ഷ്യം പറച്ചിലാണ്. 12-ാമത്തെ വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തി 26, 12-ാമത്തെ വാക്യം. അഗ്രിപ്പ രാജാവിനോട് അപ്പസ്തോലനായ പൗലോസ് സംസാരിക്കുകയാണ്. അങ്ങനെ പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അധികാരവും കൽപ്പനയും വാങ്ങി ഞാൻ ദമാസ്കസിലേക്ക് പുറപ്പെട്ടു. അല്ലയോ രാജാവേ, മധ്യാഹ്നമായപ്പോൾ വഴിമധ്യേ ആകാശത്തു നിന്ന് സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശം എൻ്റെയും സഹയാത്രികരുടെയും ചുറ്റും ജ്വലിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളെല്ലാവരും നിലം പതിച്ചപ്പോൾ എബ്രായ ഭാഷയിൽ
എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. സാവൂൾ, സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ നീ എന്നെപ്പറ്റി കണ്ടതും ഇനി കാണുവാനിരിക്കുന്നതുമായവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതീയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിപ്പാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. അഗ്രിപ്പ രാജാവേ, ഞാൻ ഈ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഹല്ലേലൂയ. അഗ്രിപ്പ രാജാവേ, ഞാൻ ഈ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. വികാരവായ്പോടെ പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുകയാണ്. ഈ ഭാഗം നമ്മെ സംബന്ധിച്ച് ഒരു പാഠം തുറക്കലാണ്. Do you propagate anything special on this day of the resurrection of the Lord? നിന്റെ നാഥനും കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് പെരുന്നാളിൽ മകനെ, മകളെ, നീ എന്തെങ്കിലും ലോകത്തോട് സാക്ഷ്യം പറയുന്നുണ്ടോ? അപ്പസ്തോലൻ സംശയരഹിതമായി പറയുന്നു. അഗ്രിപ്പ രാജാവിനോടാണല്ലോ അദ്ദേഹം സംസാരിച്ചത്. രാജാവേ, ഈ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാട്ടിയിട്ടില്ല. എന്ത് വ്യക്തമാണ്! ഞാൻ കണ്ട കാര്യത്തോട് ഞാൻ മുഖം തിരിച്ചില്ല എന്ന്, ഞാൻ കണ്ട കാര്യം മറച്ചു വച്ചില്ല എന്ന്, ഞാൻ കണ്ട കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നതാണ് പൗലോസ് പറയുന്ന ഈ സാക്ഷ്യം. ഭൂലോകത്തിൻ്റെ മധ്യേ അവൻ നാട്ടപ്പെട്ടു. അതുവരെ കണ്ടിട്ടില്ലാത്ത അപമാനം അന്ന് മലമുകളിൽ ഗോകുൽത്തായിൽ ലോകം കണ്ട് അടയാളപ്പെടുത്തി. വിലപിച്ച്, പരിഹസിച്ച്, കുറ്റപ്പെടുത്തി, ചോദ്യം ചെയ്ത് നിസ്സഹായരായ ചില ആളുകൾ അവിടെ നിൽക്കുന്നതൊഴിച്ച് ബാക്കിയെല്ലാം വളരെ വിപരീതമായ നിലപാടുകൾ നിറഞ്ഞവരായിരുന്നു. Do you have something to speak about your Lord on this day? നിനക്ക് ഈ കാഴ്ച കണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ മകനെ, മകളെ? നീ എന്തേ മൗനമായിരിക്കുന്നു? ശതാധിപൻ പ്രപഞ്ചത്തിൽ കണ്ട അത്ഭുതകരമായ ചില മാറ്റങ്ങൾ, മധ്യാഹ്നത്തിൽ കൂരിരുട്ട്, അതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദം, പാറ പിളരുന്നു, ഇതെല്ലാം കണ്ട് സംഭ്രമിച്ച് ആ ശതാധിപൻ പറയുകയാ,
സത്യമായും ഇവൻ ദൈവപുത്രൻ. മറ്റൊരു ഭാഷ്യത്തിൽ പറയുന്നത് സത്യമായും ഇവൻ നീതിമാനായിരുന്നു. അവൻ സഹിച്ച വേദനയെ കണ്ട് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണ്. മറ്റത് വിശ്വാസ പ്രഖ്യാപനമാണ്. ട്രൂലി ഈസ് എ സൺ ഓഫ് ഗോഡ്. നഗ്നമാക്കപ്പെട്ട ശരീരത്തിന് കാവൽ നിൽക്കാൻ നാടുവാഴി നിയോഗിച്ച സൈന്യാധിപന് യേശുവിനെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ടല്ലോ. മകനെ, മകളെ, നിനക്ക് നിൻ്റെ യേശുവിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് അവനോട് ആവശ്യങ്ങൾ പറയാൻ 1000 നിരനിരയായി നിൽക്കുന്നുണ്ട്. എനിക്കത് വേണം, ഇത് വേണം, ഇത് പോരാ, ഇങ്ങനെ വേണം, ഈ സമയത്ത് തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും, നീ കാണുന്നില്ലേ, നീ കൈനീട്ടി തരിക. എന്തെല്ലാം അപേക്ഷകളാണ്. എന്നാൽ നിനക്ക് നിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച്, നിൻ്റെ നാഥനെക്കുറിച്ച് മറ്റുള്ളവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ലേ? ഒന്നുമില്ലാത്ത അവസ്ഥയാണോ നിനക്ക്? എങ്കിൽ നീ ഈ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? നീ എന്തേ മറച്ചു വയ്ക്കുന്നു? നിനക്ക് ഭയമാണോ? ആരെയാ നീ ഭയപ്പെടുന്നത്? ദൈവത്തെ അല്ലെന്നുള്ളത് ഉറപ്പാണ്. മറ്റാരെയോ നീ ഭയപ്പെടുന്നു? നാടുവാഴികളെയോ? ലോകത്തിൻ്റെ ഭരണക്രമത്തെയോ? അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയമോ? സ്വത്ത് കൈമോശം വരുമെന്നുള്ള ആകുലതയോ? ആരും ഞാൻ ക്രിസ്ത്യാനിയാണ്, യേശുവിൻ്റെ അനുയായിയാണ് എന്ന് അറിയാതെ ഇരിക്കാനുള്ള ആഗ്രഹമോ? അതിലെന്തോ സത്യമുണ്ട്. നിൻ്റെ മനസ്സ് സമ്മതിച്ചല്ലോ. ആ ഒടുവിൽ പറഞ്ഞതിലെന്തോ സത്യമുണ്ട്. എന്താ? എൻ്റെ രക്ഷകൻ യേശുക്രിസ്തുവാണെന്ന് മറ്റാരും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ സമ്പാദ്യം കൊണ്ട്, എൻ്റെ നന്മ കൊണ്ട്, എൻ്റെ പ്രാർത്ഥനയുടെ വലിപ്പം കൊണ്ട് ഞാൻ കുറേയൊക്കെ നേടിയിട്ടുണ്ട്. ആ സർട്ടിഫിക്കേഷൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു കാര്യമൊന്നോർത്തേ, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലാണോ, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണോ സ്നേഹമടങ്ങിയിരിക്കുക? യോഹന്നാൻ ശ്ലീഹാ തറപ്പിച്ച് പറയുന്നത് അവൻ നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത് എന്നാണ്. ശാലോമിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഒലിവിൻ ചില്ല ചുണ്ടിൽ കൊത്തിക്കൊണ്ട് ഒരു പ്രാവ് ശാലോമിൻ്റെയും നമ്മുടെയും മുമ്പിൽ നിൽക്കുന്നില്ലേ? ഈ പ്രാവിനെന്തോ പറയാനുണ്ടല്ലോ. ശലോം, ശ്ലോമോ. ഈ പ്രാവിൻ കുഞ്ഞിനെന്തോ പറയാനുണ്ട്. ആത്മാവില്ലാത്ത ഈ ജീവിക്ക് എന്തോ പറയാനുണ്ട്. അതാ ചുണ്ടിലും ഒലിവിൻ കമ്പിലും അതിൻ്റെ കണ്ണുകളിലും സ്പഷ്ടമാണ്. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമുള്ള നിനക്ക്, ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിനക്ക്, നിനക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു വന്ന സൃഷ്ടാവിനോട് ബന്ധമുള്ള നിനക്ക്, നിനക്ക് വേണ്ടി അപമാനിക്കപ്പെട്ട ഒരു ദൈവമുള്ള നീ,
നിന്റെ സൃഷ്ടാവിനെ മറക്കുന്നു, നിന്റെ രക്ഷകനെ മറച്ചുവെക്കുന്നു. ശൗൽ പൗലോസായപ്പോൾ അഗ്രിപ്പ രാജാവിനോട് പറയുന്നത് നാം ഒരിക്കലും മറക്കരുത്. സ്വർഗത്തിൻ്റെ ഈ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. സുവിശേഷം പ്രഘോഷിക്കണം എന്ന് കർത്താവ് പറഞ്ഞതിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവിനെക്കുറിച്ച് പറയുവാൻ ഒരു പ്രബോധനം ഉണ്ടോ? നീ നിൻ്റെ ദൈവത്തെക്കുറിച്ച് എന്താ പറയുക? എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉയർപ്പ് തിരുനാൾ ഈസ്റ്റർ എന്നത് 50 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മാംസാഹാരത്തിലേക്ക് മടങ്ങുന്നതിനുള്ള ഒരു ഒഫീഷ്യൽ പ്രൊക്ലമേഷൻ്റെ ദിവസമല്ല. 50 ദിവസം ഉപേക്ഷിച്ച മാംസം 2 നേരം കൊണ്ട് അകത്താക്കുന്നതിനുള്ള അവധി ദിവസമല്ല. അങ്ങനെ ചെയ്യരുത്. രോഗം വിട്ടുമാറാതെ ഇരിക്കും. മാംസത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും ഉപേക്ഷിച്ച കാര്യങ്ങളുടെയും ഒന്നും കഥയല്ല. നിൻ്റെ ദൈവം നിനക്കായി ഇരിപ്പിടം തയ്യാറാക്കി സ്വർഗത്തിൽ കാത്തിരിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഹാപ്പി ഈസ്റ്റർ. അല്ലെങ്കിൽ എങ്ങനെയാ ഹാപ്പി ആകുന്നത്? കല്ലറയിൽ നിന്ന് കാണാതെ പോയ ദിവസത്തിൻ്റെ പെരുന്നാളാണോ? ഒളിപ്പിച്ചു വെച്ച ശരീരം ആരോ എടുത്തുകൊണ്ടുപോയി എന്ന് യഹൂദന്മാർ ഇപ്പോഴും പറയുന്നതിൻ്റെ ആവർത്തനമാണോ ഹാപ്പി ഈസ്റ്റർ? എന്താ ഹാപ്പി ഈസ്റ്റർ എന്ന് പറയാൻ കാരണം? അവിടുന്ന് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവിടുന്ന് മരിക്കുമെന്ന് മാത്രമല്ല, പീഡകൾ ഏൽക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, പത്രോസ് തള്ളിപ്പറയും എന്ന് പറഞ്ഞത് മാത്രമല്ല, 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതുകൂടി പൂർത്തിയായതിൻ്റെ പെരുന്നാളാണ് ഈ ഉയർപ്പ് പെരുന്നാൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സത്യവും വിശ്വാസയോഗ്യവുമാണ്. ശാലോമിലൂടെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു പാഠം, ഒരു സന്ദേശം, ഒരു സാക്ഷ്യം, ഒരു അനുഭവ പങ്കുവയ്ക്കൽ ലോകത്തിന് കൊടുക്കാനുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ ഉത്ഥാനം വരുത്തിയ മാറ്റം, സ്വർഗത്തിന് അവകാശികളാക്കി നമ്മെ മാറ്റിയ വലിയ അനുഭവം നമുക്ക് ആരോടെങ്കിലും പറയണ്ടേ? പറയാതിരിക്കുന്നത് പാപമല്ലേ? സ്വർഗത്തിൻ്റെ ഈ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ലെന്ന് പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞത് നമുക്ക് ആവർത്തിക്കണ്ടേ? നാം ജീവിക്കുന്ന ഈ കാലം, പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് ക്ലേശകരമായ കാലമാണ്. ഞാൻ ഏറ്റവും ക്ലേശകരമെന്ന് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. എന്താ അതിൻ്റെ കാര്യമെന്നറിയാമോ? ഇതിനേക്കാൾ ഭയങ്കരൻ പുറകെ വരുന്നു. ഇതിനേക്കാൾ ക്ലേശമായത് പുറകെ വരുന്നു. അപ്പോൾ പിന്നെ അന്നേരം എന്തു പറയും? ആ നേരത്ത് സത്യം പറയണ്ടേ? ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മെ സമ്മർദ്ദപ്പെടുത്തുന്ന, സമ്മർദ്ദത്തിലാഴ്ത്തുന്ന, അതിനെതിരെ സംസാരിക്കുവാൻ ഭാരമുണ്ടാക്കുന്ന വസ്തുതകൾ ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. ഓപ്ഷൻ, അത് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാകും. ടി വിയിലൊക്കെ ഓപ്ഷൻ ഉണ്ടല്ലോ. വലിയ അത്ഭുതം തോന്നും ചിലപ്പോൾ കണ്ടാൽ. എന്ത് കാര്യം വേണമെങ്കിലും ചോദിച്ചറിയാൻ സാധിക്കുന്ന ഓപ്ഷൻ സഹായികളുണ്ട്. ഇവിടെ 2 ഓപ്ഷനേ ഉള്ളൂ. നിനക്ക് വേണ്ടി ഇത്രയും പ്രവർത്തിച്ച ഒരു ദൈവം നിൻ്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. ഡു യു നീഡ് ഹിം?
ആ ദൈവത്തെ നിനക്ക് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറയുക, ലോർഡ്, ഐ നീഡ് യു. ഒന്നാമത്തെ ഓപ്ഷൻ എടുത്തില്ലെങ്കിൽ രണ്ടാമത് തനിയെ വന്നുകൊള്ളുമല്ലോ. ദൈവത്തെ വിട്ടുകളയുന്ന, ദൈവത്തെ ആവശ്യമില്ലെന്ന് ജീവിതത്തിൻ്റെ സർവ്വശീലങ്ങൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം, അതാർക്കും കഴിയും. ഒന്നാമത്തേത് ധൈര്യമുള്ളവനും ആഴമുള്ളവനും യാഥാർത്ഥ്യ ബോധമുള്ളവനും മാത്രം കഴിയുന്ന വസ്തുതയാണ് ദൈവവിശ്വാസം. ദൈവമില്ലെന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു എന്നത് പഴമൊഴിയല്ല, സത്യമാണ്. ദൈവം എന്ന് പറയാൻ കഴിയുന്നത് വിവേകവും ബുദ്ധിയും ആത്മാവും സജീവമായിരിക്കുന്ന ഒരാൾക്ക് മാത്രം. ശാലോമിന് എന്തോ പറയാനുണ്ടല്ലോ, ഇല്ലേ? ഈ ശാലോം മീഡിയയ്ക്ക് ലോകത്തോട് എന്തൊക്കെയോ പറയാനുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഈ ശാലോം മിനിസ്ട്രി ഇങ്ങനെ മുൻപോട്ട് പോവുക. ശാലോമിൻ്റെ സിമ്പൽ ഒലിവിൻ ചില്ലയുമേന്തിയ ആ പ്രാവിൻ കുഞ്ഞ് ശ്ലോം ശലോം എന്ന് ലോകത്തോട് പറയുന്നത് നീ കേൾക്കുന്നില്ലേ മകനെ, മകളെ? നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനും നമുക്ക് വേണ്ടി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനുമായ ദൈവം കുടികൊള്ളുന്ന മകനെ, മകളെ, നിനക്ക് ഒന്നും ഈ ഉദ്ധിതനെക്കുറിച്ച് പറയാനില്ലേ? നിന്റെ ദൈവാനുഭവം നിന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ? നിനക്ക് ഉറപ്പൊന്നും നൽകിയിട്ടില്ലേ? ഉണ്ടല്ലോ. പൗലോസ് അപ്പസ്തോലൻ അതിന് സാക്ഷ്യം പറഞ്ഞത് കേട്ടില്ലേ? ഈ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. ഈ ഉയർപ്പ് പെരുന്നാൾ ദിവസം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ഇന്നു മുതൽ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ സന്തോഷത്തോടെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കും. വീട്ടിലാണെങ്കിൽ എൻ്റെ മക്കളോട്, എൻ്റെ കുഞ്ഞുമക്കളോട്, എൻ്റെ കുടുംബാംഗങ്ങളോട്, എന്നെ കണ്ടുമുട്ടുന്നവരോട് ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയും. അവരുടെ വിശ്വാസത്തെ പഴിച്ചുകൊണ്ടല്ല, ഞാൻ കണ്ടുമുട്ടുന്ന ആളിൻ്റെ വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ടല്ല, ഞാൻ കണ്ടുമുട്ടിയ കർത്താവിനെ ഉള്ളു നിറയെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ പറയും. ഞാൻ സന്തോഷത്തോടെ പറയുന്നു, ഞാൻ കണ്ടുമുട്ടിയ, എന്നെ കണ്ടുമുട്ടിയ ദൈവം ഇതാണ്. ഈസ് ട്രൂലി റിസൺ, ഹല്ലേലൂയ. അവിടുന്ന് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പ്രത്യുത്തരം നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ പ്രത്യാശയുടെ ഈ പെരുന്നാൾ നമുക്ക് ആഘോഷിക്കണം, പങ്കുവയ്ക്കണം. നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ കാര്യം പുറത്തല്ല, അകത്താണ്. നമുക്ക് നമ്മുടെ ദൈവത്തെ ആവശ്യമുണ്ടോ ഇല്ലയോ? ശത്രു മിക്ക സമയവും ഒളിച്ചിരിക്കുന്നത് പുറത്തെ ഗുഹയിലല്ല, നമ്മുടെ ഹൃദയത്തിലാണ്. കണ്ടെത്തണം, മനസ്സിലാക്കണം. പരസ്യമായി യേശുവിനെക്കുറിച്ച് പറയുന്നത് തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ ധാരാളമുണ്ട്.
യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ദുഷിക്കുന്നവരുടെ എണ്ണം കൂടുകയും യേശുക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നവരെ പരിഹസിക്കുകയും ചെയ്യുന്ന നാളുകളിൽ നാം ജീവിക്കുമ്പോൾ നാം കൂടെ ഉള്ളിൽ നിന്ന് ആ സമ്പ്രദായത്തിന് ബലം കൊടുത്താൽ സ്വർഗം കാണിച്ച ദർശനത്തോട് നാം അനുസരണക്കേട് കാണിക്കുകയായിരിക്കും എന്നതോർക്കുക. ഉയർപ്പ് പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷത്തോടെ ഞാൻ നേരുന്നു. ശലോം മിനിസ്ട്രി, ശാലോമിൻ്റെ പ്രേക്ഷകർ, ശാലോമിൻ്റെ സഹകാരികൾ ലോകത്തിൻ്റെ മുൻപിൽ ലോകത്തിലെ സാഹചര്യങ്ങൾക്കിടയിൽ നൽകി വരുന്ന ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ സന്തോഷത്തോടെ സഭയുടെ, തിരുസഭയുടെ, കേരള സഭയുടെ, ഭാരതസഭയുടെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. സന്തോഷം പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷകളെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് സമൃദ്ധിയിലേക്ക് നയിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷിതർക്കും, എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെ അനുഗ്രഹങ്ങളും സ്വർഗത്തിൻ്റെ ഇടപെടലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എളിയവനായ എന്നെയും എൻ്റെ സഭയെയും എൻ്റെ ശുശ്രൂഷകളെയും ദയവായി നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്ത് ബലപ്പെടുത്തുമല്ലോ. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. എല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ആമേൻ.